മോർണിംഗ് അഖില മിസ് ആണ്. സോ യെസ്, ക്ലാസ് 8 CBSE അല്ലേ, നമ്മുടെ NCERT സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതാ ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. എല്ലാവരും നോക്കി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് PDF എങ്കിലും കയ്യിലില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം, നമ്മുടെ NCERTയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ക്ലാസ് 8 CBSEയുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അങ്ങനെ നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മുടെ സയൻസിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. എല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ആക്കിയിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ. ചാപ്റ്റർ അല്ലെങ്കിൽ അതിനകത്തുള്ള ടോപ്പിക് ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതില് എന്നുള്ളതിന് നമുക്കൊരു ആൻസർ ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. വിച്ച് മീൻസ് ദാ നോക്കിയാൽ നിങ്ങളെ എക്സ്പ്ലോറിംഗ് ദ ഇൻവെസ്റ്റിഗേറ്റീവ് വേൾഡ് ഓഫ് സയൻസ് അല്ലെ. നമ്മുടെ 7th വരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ക്ലാസ് 8ലേക്ക് കടക്കുവാണ്, അതായത് ഹൈസ്കൂളിലേക്ക് കടക്കുവാണ്. നമുക്ക് ഒരുപാട് സിലബസ് ഒക്കെ അപ്ഡേഷൻ കഴിഞ്ഞ വർഷം തന്നെ വന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം, നമ്മുടെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിന് ഏത് രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ക്ലാസ് 8 CBSEയിലെ ആക്ടിവിറ്റീസ് ഉണ്ട്, ആ ആക്ടിവിറ്റീസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെ, ഇതിന്റെ മോട്ടീവ് എന്താണ് എന്ന് തുടങ്ങി കുറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ദ എക്സ്പ്ലോറിംഗ് ദ ഇൻവെസ്റ്റിഗേറ്റീവ് വേൾഡ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഇയറിൽ പഠിക്കാനുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങളോട് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് 8 CBSEയിലെ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നോക്കിക്കാണേണ്ടത്. അത് കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പൊതുവേ ഒരു കാര്യം ഒറ്റയ്ക്ക് വായിക്കാൻ കുറച്ച് മടിയുള്ള ആളുകളാണ് അല്ലെ. അപ്പോൾ സ്റ്റിൽ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല, നമ്മളോട് പറയുന്ന കുറെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എന്തായിട്ട് കണ്ടിട്ടാണ്, യെസ് നിങ്ങളിൽ എല്ലാവരിലും എന്തുണ്ട്, ഒരു കുഞ്ഞു സയന്റിസ്റ്റ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ആ സയന്റിസ്റ്റിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ചാപ്റ്ററും എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന സയൻസോ കാര്യങ്ങളോ ഒക്കെ പോട്ടെ, ഏതെങ്കിലും ഒരു കാര്യം നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ കണ്ടിട്ടായിക്കോട്ടെ, നമ്മൾ കേട്ടിട്ടായിക്കോട്ടെ, നമ്മൾ അറിയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലെ, അത് എങ്ങനെയാണ് അങ്ങനെ ആയിട്ടുള്ളത്. സോ വൈ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ നമ്മളത് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഈ ഒരു സിലബസ് നമ്മളോട് പറയുന്നത് അല്ലെ. സോ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒബ്സർവിങ്, നമ്മൾ അറിഞ്ഞോ അറിയാതോ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കുറെ എന്ത് ചെയ്യുന്നത്, നോളജിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് അല്ലെ. എക്സ്പെരിമെന്റിങ്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. ചില കാര്യങ്ങളൊക്കെ ട്രയൽ ആൻഡ് ടെറർ മെത്തേഡ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതൊക്കെ കടന്നു വരുന്നുണ്ട്. ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റിങ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നേ, എക്സ്പ്ലോറിംഗ് എവറി ഡേ ഫിനോമിന, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും അല്ലെ ഈ പറയുന്ന രീതിയിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കി വരുവാണ് ചെയ്യുന്നത്. സോ അതിനൊക്കെ പിന്നിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിൽ ഉണ്ടാവുന്ന ക്യൂരിയോസിറ്റി ആണ് അല്ലെ. അപ്പൊ ആ ക്യൂരിയോസിറ്റി യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെ, നമ്മളല്ലാതെ റോട്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ചുമ്മാ ലേണേഴ്സ് ആയിട്ട് ഇരിക്കുകയോ ഒന്നുമല്ല, പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ആ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കറിയാത്ത അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ അവിടെ പറയുവാണ്, സയൻസ് സ്റ്റാർട്ട്സ് വിത്ത് ക്വസ്റ്റ്യൻസ് ലൈക്ക് വൈ ആൻഡ് ഹൗ. ക്യൂരിയോസിറ്റി
ക്യൂരിയോസിറ്റി ഈസ് ദ റൂട്ട് ഓഫ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. സോ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ റൂട്ടായിട്ട് പറയുന്നത് എന്തിനെ തന്നെയാണ്? നമ്മുടെ ക്യൂരിയോസിറ്റിയെ തന്നെയാണ്. സോ നമ്മുടെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദ ക്ലാസ് 8 CBSE നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു വർഷം നമ്മൾ സയൻസിൽ ഈ പറയുന്ന പോലെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇതിലാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനുണ്ട്. സോ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ ഒരു കാര്യം കൂടെ ഈ ഒരു ചാപ്റ്റർ നമ്മളെടുത്ത് പറയുന്നുണ്ട്. കാര്യം ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഇയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നിങ്ങൾ എക്സ്പെരിമെന്റ്, നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഇതുവരെയും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെയൊക്കെ മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ പല എക്സ്പെരിമെന്റും ചെയ്തിട്ടുണ്ടാവുക ആണല്ലോ. അപ്പൊ ഈ ഒരു വർഷത്തെ പ്രത്യേകത, ഈ ഒരു വർഷം ഉണ്ടല്ലോ, നിങ്ങൾ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ മിസ് ഇവിടെ പറയുന്നത്, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. എന്താണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്? നമുക്കറിയാം, ചില കാര്യങ്ങളൊക്കെ ആക്സിഡന്റലി നമ്മൾ മനസ്സിലാക്കാറുണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ കോൺഷ്യസ് ആയിട്ടൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒബ്സർവേഷനിലൂടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പൂരി കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ പൂരി കഴിക്കുന്ന സമയത്ത് വെറുതെ ചുമ്മാ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ക്യൂരിയോസിറ്റിയുടെ ലെവല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പൂരി കിട്ടുന്ന സമയത്ത് നമുക്കറിയാം, പൂരിയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തിന്നർ ആയിരിക്കും. മറ്റേ സൈഡിനേക്കാളും നല്ല തിന്നർ ആയിരിക്കും അല്ലെ? ഒന്ന് തിക്ക് സൈഡ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ഇറ്റ് ഈസ് തിന്നർ ദാൻ ദ അതർ സൈഡ്. അപ്പൊ വൈ, എന്തുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഹൗ, അല്ലെ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലൊരു ക്വസ്റ്റ്യൻ വന്നു. Why is one side of a puri thinner than the other? ഇതാണ് നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണം. ആ എക്സ്പെരിമെന്റ് എങ്ങനെയുള്ളതായിരിക്കണം? കൺട്രോൾഡ് എക്സ്പെരിമെന്റ് ആയിരിക്കണം. സോ എന്താണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്? കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് ഈ 2 പോയിന്റുകളാണ്. ഒന്ന് എന്താണ്? ചേഞ്ച് ഓൺലി വൺ തിങ് അറ്റ് എ ടൈം ആൻഡ് കീപ് ഓൾ അതർ കണ്ടീഷൻസ് ദ സെയിം അല്ലേ? അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ പൂരിയുടെ കേസിലാണെങ്കിൽ പൂരിയുടെ ഈ പറയുന്ന പ്രശ്നം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സൈഡ് തിന്നായി പോവാൻ ഒരുപാട് റീസൺസ് ഉണ്ടായേക്കാം. നമ്മുടെ മനസ്സിൽ ഒരുപാട് എന്തുണ്ട്? ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓരോരോ പോയിന്റും നമ്മൾ ഓരോ വേരിയബിൾ ആക്കി എടുത്തു അല്ലെ? അപ്പൊ ഈ വേരിയബിളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ഇതാണ് റീസൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. പകരം അറ്റ് എ ടൈം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഒരു വേരിയബിൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിം കണ്ടീഷനിൽ തന്നെ വെക്കണം അല്ലെ? അതിൽ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിയതിനു ശേഷം അടുത്ത വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? ആ നേരത്തെ പോലെ സെയിം കണ്ടീഷൻ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ അടുത്തത് ഇപ്പൊ ടൈപ്പ് ഓഫ് ഫ്ലോർ, ആട്ടയും മൈദയും എടുത്ത് എനിക്ക് ഈ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആ ടൈമിൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. ആട്ട എടുക്കുമ്പോൾ എങ്ങനെയാണോ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൈദ എടുക്കുമ്പോഴും ചെയ്യണം അല്ലെ? അതാണ് പറയുന്നത്. ബാക്കി കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യരുത്? മാറ്റരുത്. ഈ വേരിയബിളിലാണ് ഒരൊറ്റ ടൈം ഒരൊറ്റ വേരിയബിൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ചേഞ്ച് ചെയ്യാവുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ വലിയ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പ്രഷറും ടെമ്പറേച്ചറും വോളിയും ഒക്കെ തമ്മിൽ കണക്ഷൻ ഉള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അറ്റ് എ ടൈം അതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ബാക്കി രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സെയിം കണ്ടീഷനിൽ ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഇതിപ്പോ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കൺട്രോൾഡ് എക്സ്പെരിമെന്റിനെ പറ്റി പറയുന്നത്. അതൊരു പൂരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്. വൈ? നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു ഇൻസിഡന്റ് ആണത് അല്ലെ? അവിടെ വരെ നമുക്കിതാ നമ്മുടെ സയൻസ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇതേപോലെ
ഇതിനേക്കാൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോഴും ഈ ഒരു കൺട്രോൾഡ് എക്സ്പെരിമെന്റിന്റെ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്, നമുക്ക് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നിങ്ങളെടുത്ത് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കണം. വിച്ച് മീൻസ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുകയല്ല, പകരം എന്ത് ചെയ്യാണ്, നമ്മളാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ യോദ്ധാ ബാച്ച് ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബേസിക്സിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുറേ ആളുകൾ ഉണ്ടായിരിക്കാം, വെക്കേഷനൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അധികം സമയം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാം ഒന്നും നമുക്കില്ല, പക്ഷേ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന CBSE സിലബസുകളാണ്, CBSEയുടെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങണം. ഈ വർഷം ബോർഡ് എക്സാം ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്ക്യൂസ് അല്ല. സിലബസും നിങ്ങൾക്കറിയാം വളരെ ടൈറ്റ് ആണ്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ സമയം ഒന്നും പാഴാക്കാതെ ജോയിൻ ചെയ്യാൻ. നമുക്കറിയാം 3 ബാച്ച് ഉണ്ട്, ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ അല്ലെ. ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ബാച്ച് ഏതാണെന്ന് നോക്കിയിട്ട് പാരന്റ്സുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. വിഷു ഓഫർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതാ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. തൽക്കാലത്തേക്ക് മിസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ യോദ്ധാ ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.